ഓഹരി വിപണിയിലെ തുടരൻ IPOകളിൽ കമ്പനികൾക്ക് ലാഭക്കൊയ്ത്ത്, നിക്ഷേപകർക്ക് നഷ്ടക്കച്ചവടം. 3 മാസത്തിനിടയിൽ 61 IPO വഴി കമ്പനികൾ സമാഹരിച്ചത് 90,000 കോടി രൂപ. ഇതിൽ 44ലും നിക്ഷേപകർക്ക് 10% താഴെയാണ് നേട്ടമെന്ന് ട്രെൻഡ് ലൈൻ കണക്കുകൾ. 19ൽ പെരും നഷ്ടം. പകുതിയിലും വ്യാപാരം ഇപ്പോൾ നടക്കുന്നത് ഇഷ്യൂ വിലയേക്കാൾ താഴെ. പാഠമാകുമോ? ബംഗളൂരുവിൽ കനത്ത വീട്ടുവാടകയിൽ നടുവൊടിഞ്ഞ് യുവ പ്രൊഫഷണലുകൾ. കണ്ടോൺമെന്റ് ഏരിയയ്ക്ക് സമീപത്തൊക്കെ 3 ബെഡ്റൂം ഫ്ളാറ്റിന് ഉടമകൾ ചോദിക്കുന്നത് പ്രതിമാസം 1 ലക്ഷം രൂപ വരെ. വാടക കൊള്ളയ്ക്കെതിരായ യുവ ടെക്കി സഹീൽ ഖാന്റെ എക്സ് പോസ്റ്റ് വൈറൽ. ഡിജിറ്റൽ ഗോൾഡ് നിക്ഷേപത്തിന്റെ കാര്യത്തിൽ പുതിയ നിയന്ത്രണ വ്യവസ്ഥകൾ രൂപപ്പെടുത്താൻ ഉദ്ദേശമില്ലെന്ന് ഓഹരി വിപണി നിയന്ത്രകരായ സെബി. ഡിജിറ്റൽ ഗോൾഡിൽ നിക്ഷേപിക്കുന്നതിനെതിരെ സെബി കഴിഞ്ഞ ദിവസം നിക്ഷേപകർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിയന്ത്രണ നിരീക്ഷണമുള്ള ETFകൾ, സെക്യൂരിറ്റികൾ എന്നിവയിലൂടെ സ്വർണത്തിൽ നിക്ഷേപിക്കണമെന്നാണ് സെബിയുടെ ആഹ്വാനം. പുതിയ വിമാനങ്ങൾ വാങ്ങുന്നതിന് 7,300 കോടിയോളം രൂപ മുടക്കാൻ ഇൻഡിഗോ. ഇന്റർഗ്ലോബ് ഏവിയേഷൻ ഫിനാൻഷ്യൽ സർവീസസ് IFSC പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലാവും വിമാനങ്ങൾ. ഇപ്പോൾ പ്രധാനമായും 400-ൽ പരം വിമാനങ്ങൾ പാട്ടത്തിനെടുത്താണ് 2,300ഓളം പ്രതിദിന സർവീസ് നടത്തുന്നത്. ഓഹരി വിപണിയിൽ ഈയിടെ ഹിറ്റായ ഫിൻടെക് ഓഹരി ബ്രോക്കിംഗ് സ്ഥാപനം ഗ്രോവിന്റെ നിക്ഷേപകർക്ക് CEO ലളിത് കേസരിയുടെ ആദ്യ കത്ത്. പ്രവർത്തനം തുടങ്ങി 9 വർഷമായെങ്കിലും യാത്രയുടെ 1% പോലും ആയിട്ടില്ല. വളർച്ചയ്ക്ക് ധനകാര്യ വിപണിയിൽ വലിയ ഇടമുണ്ടെന്നും CEO. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.